പാലാരിവട്ടം തമ്മനം റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ വൻ ഗർത്തം. 4 മണിക്ക് പൈപ്പ് പൊട്ടി വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു. വാൽവടച്ച് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നിയന്ത്രിച്ചെങ്കിലും റോഡിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇടിഞ്ഞു വീഴുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പ്രദേശത്ത് പൈപ്പ് ലൈൻ വഴിയുള്ള കുടിവെള്ള വിതരണം മുടങ്ങും. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുമെന്ന് MLA ഉമാ തോമസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പൈപ്പ് പൊട്ടി കുഴി ഇപ്പോഴും അത് കഴിഞ്ഞായത്. ആദ്യം പൊട്ടിയിട്ട് വെള്ളം ഭയങ്കരമായിട്ട് ഫ്ലോയിൽ ഒഴുകുമായിരുന്നു. സ്ഥിരമായിട്ട് ഇവിടെ ഈ അമൃത് പദ്ധതിയൊക്കെ ഉണ്ടായിട്ടും സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുക. ഈ റോഡിൽ തന്നെ ഈ 7 മാസത്തിനിടയ്ക്ക് 4 പ്രാവശ്യമായി പൈപ്പ് പൊട്ടണം. 2 ദിവസം മുമ്പ് തമ്പനം ജംഗ്ഷനിൽ ഇത് പഴയതാണ്, 55 വർഷത്തോളം പഴക്കമുള്ള പൈപ്പ്. അത് മാറ്റിയിട്ടേ പറ്റൂ. പക്ഷെ അത് മാറ്റിയിടണതിനോടൊപ്പം ഇപ്പം അവർ പറയുന്ന ഓൾട്ടർനേറ്റ് ഇതിനി ആവശ്യമില്ല, ഇപ്പുറത്ത് 6 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ടെന്നാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എന്ന് പറയുമ്പോൾ തമ്മനത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാരിവട്ടത്തേക്ക്, അതേപോലെ കടവന്ത്ര ഭാഗത്തേക്ക്, വെണ്ണല ഭാഗത്തൊക്കെ വെള്ളം മുടങ്ങും. എല്ലാവർക്കും ഇവിടെ നിന്ന് തന്നെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കും. അൽ അമീൻ വിവരങ്ങൾ നൽകും. അമീൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എവിടെ വരെയായി? പാലാരിവട്ടം തമ്മനം റോഡിലാണ്. അവിടെ വൈലാശ്ശേരിയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. വലിയ രീതിയിൽ വലിയ ഫോഴ്സിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് കുതിച്ചു ചാടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 2 മീറ്റർ വരെ ഉയരത്തിൽ ആ വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ വരികയായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ആ വെള്ളത്തിൻ്റെ ആ വന്ന ഫോഴ്സ് കാരണം റോഡ് പോലും തകരുന്ന രീതിയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളം കുത്തിയൊലിച്ച് വന്ന, അല്ലെങ്കിൽ ആ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഫ്ലോ ചെയ്ത് വന്ന ഭാഗത്ത് വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡ് ഇടിഞ്ഞ് താന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് റോഡിൻ്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം എപ്പോൾ വേണമെങ്കിലും അടർന്ന് വീഴാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല ഭാഗത്തു നിന്നും നേരിയ തോതിൽ അടർന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. ഈ വെള്ളം പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊലിച്ചപ്പോൾ അതിന് 4 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. കുറേ നേരം ആ രീതിയിൽ തന്നെയായിരുന്നു. സാധാരണ ശക്തമായൊരു മഴ പെയ്ത് പ്രദേശമൊക്കെ വെള്ളത്തിനടിയിലാകുമ്പോൾ എങ്ങനെയായിരിക്കുമോ സാഹചര്യം, അതേ രീതിയിൽ പ്രദേശമൊക്കെ വെള്ളത്തിനടിയിലാവുകയും അല്ലെങ്കിൽ വീടുകളിലും ഫ്ളാറ്റുകളിലുമൊക്കെ വെള്ളം കയറുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ സമയത്തും നിരവധി വാഹനങ്ങൾ കൂടി ഇതുവഴി കടന്നു പോവുകയും ചെയ്തു. അതും റോഡിന് ബലക്ഷയം ഉണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. പൈപ്പ് പൊട്ടി വെള്ളം വലിയ വേഗതയിൽ വെള്ളം പുറത്തേക്ക് വരുന്നു. അതിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം വലിയ വാഹനങ്ങൾ കടന്നു പോയപ്പോഴും റോഡിൽ ഈ തരത്തിലൊരു ആഘാതത്തിനത് നയിച്ചിട്ടുണ്ട്. റോഡ് ഇടിഞ്ഞ് താരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ആളുകളെയൊക്കെ ഇങ്ങോട്ട് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ് കെട്ടി അടച്ചിരിക്കുകയാണ്. വരും ദിവസം 2-3 ദിവസം ഈ പ്രദേശത്ത് കുടിവെള്ളം മുടങ്ങുമെന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പൈപ്പ് ലൈൻ വഴിയുള്ള കുടിവെള്ളം മുടങ്ങും. അതിനി ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ബദൽ സംവിധാനമായ അധികൃതർ മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു. അൽ അമീൻ തോട്ടുമുക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.